ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്ന റെസിപ്പിയും ടിപ്സും ഒക്കെ ഞാൻ കാണിച്ചു തന്നെ. ഇന്നപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ചായ വെക്കാൻ. ഇന്നിപ്പം എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത്. അപ്പോൾ ചായ വെക്കാനായിട്ട് കിച്ചണിലേക്ക് വന്നു. ചായയൊക്കെ അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ലേറ്റായിട്ട് തന്നെ എഴുന്നേൽക്കാറുള്ളൂ. കാരണം കുട്ടികൾക്കൊക്കെ ലീവുള്ള ദിവസം അങ്ങനെ വലിയ ജോലികളൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇന്ന് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ ഞാനും മോളേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പം ചെറിയ രീതിയിൽ കൂടി എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ രാവിലെ ചായക്കുള്ള പരിപാടികളൊക്കെ നോക്കുവാണ്. ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ എന്താ പറയണ്ടേ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. പിന്നെ ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. നല്ല ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ജോലി ചെയ്യാനായിട്ടൊക്കെ ഒരു എനർജി കിട്ടും. സത്യത്തിൽ മഴ പെയ്യുന്ന ദിവസം ഒന്നിനും ഒരു മൂഡ് തോന്നത്തില്ലേ. മുറ്റം ക്ലീൻ ചെയ്യാനോ തുണി തിരുമ്പാനോ ഒന്നും അതിനൊന്നും താല്പര്യം വരാറേ ഇല്ല. എവിടെയെങ്കിലും മടി പിടിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് എന്തോ എണീച്ച് വന്നപ്പോഴത്തേക്കും നല്ല ഒരു വെയിലും വെട്ടമൊക്കെ കണ്ടപ്പോൾ ഇന്നെന്തോ ജോലിയൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ആക്റ്റീവായി. അപ്പം ചായയും കുടിച്ചുകൊണ്ട് പത്രമൊക്കെ വായന കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യത്തുള്ളൂ. അത് എന്നും ചെയ്യുന്നൊരു ശീലമാണേ. ഇങ്ങനെ അവധിയൊക്കെ കിട്ടുമ്പോഴേ ഉള്ളൂ സ്ലോ ആയിട്ട് ജോലിയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം വണ്ടി വരുന്ന ടൈമിൽ നമ്മൾ എല്ലാം റെഡി ആക്കണമല്ലോ. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം ആയിട്ട് ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ പറയാവേ. അപ്പോൾ ഇങ്ങനെ ലീവൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഭയങ്കര സ്ലോ ആയിട്ട് എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് അതൊക്കെ കേട്ട് ആസ്വദിച്ചൊക്കെ ഉള്ളൂ കുക്ക് ചെയ്യാറുള്ളത്. ചായയൊക്കെ സ്കിപ്പ് ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ എന്തോ രാവിലെ എണീച്ച് വരുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇന്ന് ലേറ്റായിട്ടായതുകൊണ്ടാണ് ഇന്ന് ചായ വെച്ചത്. അല്ലെങ്കിൽ ഞാൻ മോർണിംഗിൽ ഏറ്റവും അതിരാവിലെയൊക്കെ എണീക്കുന്ന ദിവസം കാപ്പി കുടിച്ചിട്ട് പിന്നെയാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് കാപ്പി സ്കിപ്പ് ചെയ്തിട്ട് ചായയാക്കി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് ഈ റംബൂട്ടാൻ്റെ അവസ്ഥ. വളരെ ആഗ്രഹിച്ചു. ഇപ്പോൾ റംബൂട്ടാൻ നമുക്ക് എല്ലാ വർഷവും നമുക്ക് കിട്ടാറുണ്ട്. പുറത്തുനിന്ന് മേടിക്കും. ഒത്തിരി ഹസ്ബൻഡ് ഫ്രണ്ട്സൊക്കെ കൊണ്ട് തരാറൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ തൊടിയിലുണ്ടാകുന്നതൊന്ന് പറിച്ച് തിന്നാനായിട്ട് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അതുപോലെ ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് നോക്കിയപ്പോൾ ഇതൊരു രണ്ടാമത്തെ വർഷമാണെന്ന് തോന്നി ഇതിങ്ങനെ കായ്ക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വലിയ സീനില്ലായിരുന്നു, ഒരുപാടൊന്നും ഉണ്ടായില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ ഇത് ബഡാണേ, അപ്പോൾ നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് അത് ഉണ്ടായി. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടായത് മൊത്തം കൊഴിഞ്ഞു പോവുകയാണ്. എല്ലാം ഈ എന്താ പറയുക, ഉറുമ്പൊക്കെ കയറിയിട്ട് ഇങ്ങനെ കറുത്ത് എന്തോ കേടായിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. ഇങ്ങനത്തെ അവസ്ഥ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒരു ടിപ്സ് പറഞ്ഞു തരണേ. ഒരുപാട് പേരോട് ചോദിച്ചിട്ടും പലരും പല ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചുണ്ണാമ്പ് ഇട്ടാലും അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിസൾട്ട് കിട്ടുവാണെങ്കിൽ പറയാവേ. അപ്പം ഞാൻ രാവിലെ ഗോതമ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ അവധിയുള്ള ദിവസങ്ങളിലുള്ള എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കത്തുള്ളൂ. എനിക്ക് ഗോതമ്പ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇന്ന് മോളും ഞാനേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്. ബാക്കിയുള്ളവരൊക്കെ രാവിലെ പുറത്തേക്ക് പോയത് കാരണം ഇന്ന് ഗോതമ്പ് നിർത്തും. അതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ. ഡെയിലി വ്ളോഗ് ചെയ്യണമെന്നൊക്കെ എന്നും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ മടിയാണ് ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളും. ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റുള്ളൊരു വീഡിയോ എത്തുമ്പോൾ അത് നിസ്സാരമായിട്ടാണ് കാണുന്നവർ കാണുന്നത്. പക്ഷേ അത് എടുക്കുന്നവർക്ക് അതിന് എടുക്കുന്ന എഫേർട്ട്, അതിന് സമയം, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ട സമയം, പിന്നെ വോയിസ് ഓവർ കൊടുക്കുക, എല്ലാം നല്ല സമയമെടുത്തുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം ഇന്നെടുക്കാം നാളെ എടുക്കാം അങ്ങനെ മടിച്ച് നീട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ഇപ്പം യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ മാറി വരുവാണല്ലോ. ഇപ്പം ഈ ഒരു വർഷം തന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തത് വെറുതെ ആയി പോവില്ലേ. അപ്പം എന്നാൽ ഇന്നോട്ട് കാര്യമായിട്ട് ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നൊക്കെ എന്തായാലും കുറേ ദിവസം കൂടി വ്ളോഗ് എടുത്തുകൊണ്ട് ഒരു ചെറിയ കുട്ടി വ്ളോഗിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടി ഞാൻ തേങ്ങ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തേങ്ങ സെപ്പറേറ്റ് ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇടുമ്പം എൻ്റെ മോൾക്കൊരു സ്വഭാവം തേങ്ങ അങ്ങ് എടുത്ത് മാറ്റിക്കളയും. അപ്പോൾ ഇങ്ങനെ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ തേങ്ങയും കൂടെ ഉള്ളിൽ പൊക്കോളെ. അപ്പോൾ ഇനിയിപ്പോൾ എണീച്ച് വരുന്ന ടൈമിൽ ചൂടോടെ ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ഉച്ചയ്ക്കത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഇനി മുറ്റത്തേക്ക് പരിപാടിയൊക്കെ